എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. അതായത്, കേരളത്തിൽ പാകിസ്ഥാൻ്റെ പേരിലുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. ആ പേര് മാറ്റുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു അഭിപ്രായമാണ് ചോദിച്ചത്. അത് ആ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, കേരളത്തിൽ ഇപ്പോൾ പൊതുവായിട്ടുള്ള വികാരം നമ്മുടെ ശത്രുരാജ്യം, നമ്മുടെ നാട്ടിൽ ഇതേപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരാലംബരും നിരപരാധികളുമായിട്ടുള്ള ജനങ്ങളെ ക്രൂരമായി കൊല്ലുന്നു. ആ ഒരു വികാരം, അവർക്കെതിരായിട്ടുള്ള വികാരം നമ്മുടെ നാട്ടിൽ രാജ്യത്തങ്ങോളം ഇങ്ങോളം അലയടിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ മാധ്യമപ്രവർത്തകർ ഗോവിന്ദനോട് ഈ ചോദ്യം ചോദിച്ചത്. അതായത്, ഈ ശത്രുരാജ്യത്തിൻ്റെ പേരിലുള്ള അവരുടെ അടയാളങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട എന്നുള്ള ആ ജനവികാരത്തെക്കുറിച്ച്, അതനുസരിച്ച് ഈ സ്ഥലങ്ങളുടെ പേര് മാറ്റണ്ടേ എന്ന് ചോദിച്ചത്. ഉടനെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും മറുപടിയും വന്നു, അതിൻ്റെ ആവശ്യമില്ല. വളരെ ക്ഷോഭത്തോടു കൂടിയാണ് അദ്ദേഹം അത് ആ ചോദിച്ച് ആ മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല, ആ പേരങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്നിട്ട് പറയുന്നത്, ഒരു വിഭാഗം ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗം മാറ്റണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. അന്നേരം അത് സംഘർഷമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു വിഭാഗം മാറ്റണമെന്ന് പറയുന്നു. അതായത്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇത്തരം ശത്രുരാജ്യത്തിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ മറുവിഭാഗം കൊണ്ട് മാറ്റണ്ട എന്ന്, ശത്രുരാജ്യത്തിൻ്റെ പേര് ഇവിടെ കിടന്നോട്ടെ, നമ്മുടെ രാജ്യത്തിനെക്കാട്ടി വലുത് ശത്രുരാജ്യം ആണ് എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ. CPM എന്ന പാർട്ടിയാണ് ഈ ശത്രുരാജ്യത്തിൻ്റെ പേര് മാറ്റണ്ട, അതിവിടെ നമ്മുടെ രാജ്യത്ത് നിലനിന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. CPM-നോടൊപ്പം തന്നെ ഈ SDPI എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. അവരും ഇതിനെ അനുകൂലിക്കും. മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണെങ്കിൽ പോലും ഭൂരിപക്ഷം ആൾക്കാരും ഈ ശത്രുരാജ്യത്തിൻ്റെ പേര് ഇന്ത്യയെ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. കാരണം അവരും, മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷവും ഇന്ത്യ എന്ന വികാരം ഉള്ളവർ തന്നെയാണ്. ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ തീവ്രവാദം നമ്മുടെ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നവർ. അവർക്ക് നേതൃത്വം നൽകുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ. മറ്റുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ പോലും ശത്രുരാജ്യത്തിൻ്റെ പേര്, പാകിസ്ഥാൻ്റെ പേര് നമ്മുടെ രാജ്യത്ത് വേണ്ട, അത് മാറ്റണം എന്നുള്ള അഭിപ്രായം പറയുമ്പോഴാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയായ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, അത് മാറ്റേണ്ട ആവശ്യമില്ല, അത് മാറ്റുകയില്ല എന്ന് പറയുന്നത്. ഇത്തരക്കാർ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം? ഇവർ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഈ രാജ്യത്തെ ഉപ്പും ചോറും അല്ലേ അവർ കഴിക്കുന്നത്? ഈ രാജ്യത്തെ നികുതിപ്പണമല്ലേ അവരെടുത്ത്, ഈ ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനങ്ങൾ നൽകുന്ന നികുതിപ്പണമല്ലേ ഇവർ അവരുടെ ജീവിതായോധനത്തിന് ഉപയോഗിക്കുന്നത്? എന്നിട്ടും എന്തേ ഇവരിങ്ങനെ ഒരു ശത്രുരാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു, അവരെ സ്നേഹിക്കുന്നു? ഇന്ത്യ എന്നുള്ള വികാരം എന്തുകൊണ്ട് ഇവരിൽ ഉണ്ടാകുന്നില്ല? ഇതാണ് നമ്മൾ ജനങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റേതൊരു രാജ്യത്ത് ഇത് നടക്കും? ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഒരു ശത്രുരാജ്യത്തിനെ സ്നേഹിക്കുക, അല്ലെ അവർക്ക് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറയുന്നത് ലോകത്തേതേലും ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്? ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ CPM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനമല്ലാതെ ഇവരെന്ന് രാജ്യസ്നേഹം പഠിക്കും? ഇവർ രാജ്യസ്നേഹം പഠിക്കുകയില്ല എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം ചെറുപ്പത്തിൽ തൊട്ടേ അവരുടെ ഉള്ളിൽ ഇന്ത്യ വിരുദ്ധതയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇവരുടെ കുട്ടികളുടെ സംഘടനയിൽ കൂടി വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വളർന്നു വരുന്നവർ മുതിർന്നു കഴിഞ്ഞാലും ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കുകയുള്ളൂ. അതിന്
പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് നമ്മുടെ MV ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഒരു രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരിക്കലും ഇത് നന്നല്ല. ഇത് മാറ്റിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ശ്രമിച്ചേ തീരൂ. അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ്. കേരളം ഒരു രാജ്യമല്ല. ഇവരൊക്കെ ഗോവിന്ദനാണേലും പിണറായി വിജയനാണെങ്കിലും അവർ വിചാരിക്കുന്നത് അവരുടെ ഈ കേരളം എന്ന് പറയുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക്കാണെന്നാണ്. അതല്ല എന്ന് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും ഇവിടുത്തെ കേന്ദ്ര ഭരണാധികാരികളും ഇവിടുത്തെ ജനങ്ങളുമാണ്. അതിനവർ തയ്യാറാകണം. ഈ രാജ്യത്ത് ജീവിക്കുന്ന ആരാണോ ഈ രാജ്യത്തിനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള ആ ഒരു നിയമം തന്നെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കും. നിയമത്തിൽ കൂടി തന്നെ ഇത്തരം പ്രവണതകളെ നമ്മൾ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന്, ഈ ഇന്ത്യ എന്നുള്ള അല്ലെ ഭാരതം എന്നുള്ള ഈ രാജ്യത്തിന് മുന്നോട്ട് ഭയലേശമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ ചൈനയോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഇന്ത്യയെ ആക്രമിച്ചെന്നിരിക്കട്ടെ, തീർച്ചയായും ഇത്തരം ആൾക്കാർ, ഈ ഗോവിന്ദനെ പോലുള്ളവർ ഇന്ത്യക്കെതിരായിട്ട് തന്നെ നിലപാടെടുക്കും. അദ്ദേഹത്തിനെ പോലുള്ളവർ അവർക്ക് സ്വാധീനമുള്ള അവരുടെ അണികളെ കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് പോരടിക്കും. ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് ശത്രുരാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുമ്പോൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരക്കാർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കും. അതിനുള്ള അവസരം ഒരിക്കലും നമ്മുടെ രാജ്യത്തുണ്ടായിക്കൂടാ. അത്തരം പ്രവണതകൾ നമ്മൾ നിയമപരമായി തന്നെ നമ്മളതിനെ നുള്ളിക്കളയേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കുക. പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായി, ഗോവിന്ദൻ്റെ അണികളുമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ. അവരുടെ കയ്യിൽ മിസൈലോ ആയുധങ്ങളോ ഒന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചാലും ഈ ആയുധങ്ങൾ വേണമെന്നില്ല ഈ ഒരു രാജ്യത്തിനെ തകർക്കാൻ. ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലാതെ ഇവർക്ക് പോരടിക്കാം, പട്ടാളക്കാർക്കെതിരായിട്ട് പ്രവർത്തിക്കാം. പട്ടാളക്കാർക്ക് വേണ്ട ഇവിടുന്ന് പോകുന്ന ഭൗതിക സാഹചര്യങ്ങളെ ഇവർക്ക് തടയാം, അതിനെ ഇല്ലാതാക്കാം. അത് ഈ നാടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അവരത് ചെയ്യും. പ്രത്യേകിച്ച് ചൈന ഇന്ത്യയെ ആക്രമിച്ചു എന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും ഇവർ ആയുധമെടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഇവർ പോരാടും. ഈ CPM അത്തരം നിലപാടിലാണ് ഇവരിങ്ങനെ പോകുന്നത്. കാരണം അവരിൽ ലെവലേശം ഇന്ത്യ എന്നുള്ള ഒരു വികാരം വളർത്തിയെടുത്തിട്ടില്ല. ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരമാണ് അവർ അണികളിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അതൊരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. അതിനെതിരെ ശക്തമായി തന്നെ നിലപാടെടുക്കണം. അതിനെതിരായിട്ട് ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്ര ഭരണാധികാരികൾ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അതിൻ്റെ നേതൃത്വം ശക്തമായി തന്നെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ശക്തികളെ സമൂഹത്തിൽ നിന്ന് തന്നെ ദുർബലപ്പെടുത്തി അവരെ ഈ രാജ്യത്ത് നിന്നും ഒഴിവാക്കാൻ നമ്മൾ തുടച്ചു നീക്കുക എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റിയാൽ നമ്മളത് എത്ര കട്ടുപിടിച്ച അഴുക്കാണേലും നമ്മൾ പരിശ്രമിച്ചാൽ അത് നമുക്ക് തുടച്ചു മാറ്റാം എന്ന് പറഞ്ഞതിൻ്റെ മാതിരി തന്നെ ഇത്തരം പ്രവണതകൾ, ഇത്തരം ചിന്താധാരകളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും എത്രയും പെട്ടെന്ന് അത് തുടങ്ങി വെച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇത്തരം ദുഷിച്ച ചിന്താധാരകളെ, രാഷ്ട്രീയ ചിന്താധാരകളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്.
ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ രാജ്യമാണ് വലുതെന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത, ചങ്കാണ് എൻ്റെ രാജ്യം, എൻ്റെ ജീവനേക്കാൾ വലുതാണ് എൻ്റെ രാജ്യം എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാൻ ഏതൊക്കെ മാർഗം സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും തയ്യാറാകണം. അതിനുള്ള നടപടികളുമായിട്ട് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ, ഗോവിന്ദനെ പോലെയുള്ള ദേശവിരുദ്ധരെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് തന്നെ ഭീഷണിയായി ഇത്തരം ശക്തികൾ കൂടുതൽ വളർന്നു വരും. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത്. അതിനായിട്ട് വേണം നമ്മുടെ ഓരോരുത്തരുടെയും, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും അവരുടെ ചിന്തയും അവരുടെ വാക്കും പ്രവർത്തനവും എല്ലാം ആ രീതിയിൽ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.